മറ്റൊരു വാർത്തയിലേക്ക് നേരത്തെ സൂചിപ്പിച്ച വാർത്തയാണ്. പത്തനംതിട്ടയിൽ നിന്നുള്ള വാർത്തയാണ്. അച്ഛൻ ഉൾപ്പെടെയുള്ളവർ മകളെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതും അങ്ങേയറ്റം ലജ്ജാകരമാകുന്ന ഒരു വാർത്ത തന്നെയാണ്. ശശിനാരായണനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശശി, എങ്ങനെയാണിത് അറിഞ്ഞത്? എന്താണ് ഇതിൽ ആരൊക്കെയാണ് പ്രതിപട്ടികയിലേക്ക് എത്തുന്നത്? അഭിലാഷേ, 10ാം ക്ലാസ്സുകാരിയാണ് വളരെ ക്രൂരമായ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുള്ളത്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണിത്. കാരണം ഈ പെൺകുട്ടി സഹപാഠിയോട് പറഞ്ഞതിന് ശേഷമാണ് ഈ സഹപാഠിയാണ് ഈ വിവരം പുറത്തു പറയുന്നത്. എന്തായാലും 7 പ്രതികളാണ് ഈ പീഡനവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. നിലവിൽ പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ പീഡിപ്പിച്ചു എന്നുള്ള മൊഴി കൂടി പെൺകുട്ടി നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ പെൺകുട്ടിയും കുടുംബവും താമസിക്കുന്ന വാടക വീട്ടിലെ ഉടമസ്ഥനും ഒപ്പം അതേ കെട്ടിടത്തിൽ താമസിക്കുന്ന മറ്റൊരു വാടകക്കാരനും പെൺകുട്ടിയെ പീഡിപ്പിച്ചു. അങ്ങനെ ഈ കേസിലെ 7 പ്രതികളുണ്ട്. അതിൽ 2 പേർ ഇപ്പോൾ നിലവിൽ പോലീസിന്റെ അറസ്റ്റിലായിട്ടുള്ള വിവരമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മലയാളപ്പുഴ പോലീസാണ് സംബന്ധിച്ച് കേസെടുത്തിട്ടുള്ളത്. 7 കേസിൽ 1 കേസ് പെരുന്നാട് പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. അത് പെരുന്നാട് സ്റ്റേഷന്റെ പരിധിയിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അവിടെ വെച്ച് പീഡനം നടന്നതുമായി ബന്ധപ്പെട്ടാണ് പെരുന്നാട് പോലീസ് കേസെടുത്തിട്ടുള്ളത്. എന്തായാലും 7 പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ളത്. ഈ പെൺകുട്ടിയാണ് ഈ സഹപാഠിയോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ഈ വിവരം പുറത്തറിയുകയും പിന്നീട് CWC വിവരം അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കേസ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിലവിൽ പെൺകുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ വിദേശത്താണ്. അയാളെ പിടികൂടാനുള്ള നടപടിയിലേക്ക് പോലീസ് പോയിട്ടുണ്ട്. ഈ പെൺകുട്ടി വിവരം പുറത്ത് പറഞ്ഞതിന് ശേഷം നേരത്തെ ഒരു പീഡനക്കേസുമായി ബന്ധപ്പെട്ട് കൂടലിലുണ്ടായ പീഡനക്കേസുമായി ബന്ധപ്പെട്ട് പെൺകുട്ടി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചില പ്രതികളെ പിടികൂടിയെങ്കിലും പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ പോലീസിനെ വെട്ടിലാക്കുന്ന രീതിയിൽ ആ കേസ് പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നിർണായകമായ എല്ലാ പരിശോധനകൾ, വൈദ്യപരിശോധന അടക്കം തെളിവുകളടക്കം ശേഖരിച്ചതിന് ശേഷമാണ് പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ അച്ഛനും ഒപ്പം ഈ പെൺകുട്ടിയുടെ കുടുംബവും താമസിക്കുന്ന വാടക കെട്ടിടത്തിലെ ഉടമയും ആ കെട്ടിടത്തിൽ താമസിക്കുന്ന ഒരു വാടകക്കാരനും ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് അറിയുന്നത്. അങ്ങനെ 7 പേര് ഈ കേസിൽ പ്രതികളായിട്ടുണ്ട്. ഒരു പ്രായമുള്ള ആളാണ്, അദ്ദേഹം മരിച്ചുപോയി. ആൾ മരിച്ചുപോയിട്ടുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് പിന്നീടുള്ള കാര്യങ്ങൾ നടപടിയിലേക്ക് പിന്നീട് കടക്കും. നിലവിൽ 6 പേര് ഈ കേസിൽ 7 പേരാണ്. 6 പേർ പ്രതികളെയും ഉടൻ പോലീസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. 3 പേരെ ഇപ്പോൾ തന്നെ പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്യുന്നു, ഒരാളെയും കൂടെ അറസ്റ്റ് ചെയ്യുന്നുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ SP-യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് കൃത്യമായി കേസ് അന്വേഷിക്കുന്നത്. പെൺകുട്ടിയുടെ മൊഴി വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. കാരണം 7ാം ക്ലാസ്സിൽ വെച്ച് മുതൽ പെൺകുട്ടി പീഡനത്തിന് ഇരയായെന്നുള്ള കാര്യമാണ് പെൺകുട്ടി വ്യക്തമാക്കുന്നത്. അതും പിതാവ് പീഡിപ്പിച്ചു എന്നുള്ള കാര്യം കൂടി പെൺകുട്ടി തുറന്നു പറഞ്ഞിരിക്കുന്നു. ഈ മൊഴിയെല്ലാം ശേഖരിച്ചതിന് ശേഷമാണ് പോലീസ് വിശദമായി അന്വേഷണം നടത്തി തെളിവുകൾ, വൈദ്യപരിശോധന അടക്കം നടത്തിയതിനു ശേഷമാണ് ഇത്തരം ഒരു കാര്യം പ്രതികളിലേക്ക് അന്വേഷണം നടത്തുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഈ 3 പ്രതികൾ, 2 പ്രതികൾ അറസ്റ്റായിട്ടുള്ള, 1 പ്രതി കൂടി അറസ്റ്റിലായിട്ടുള്ള വിവരം കൂടി പുറത്തു വരുന്നുള്ളൂ. 7 പ്രതികളാണ് കേസിലുള്ള. ഒരാൾ നേരത്തെ പ്രായാധിക്യം ചത്തുപോവുകയും ചെയ്തു, മരിച്ചുപോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള 6 പ്രതികളെയും പോലീസ് ഉടൻ പിടികൂടുമെന്നാണ് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിട്ടുള്ളത്. വളരെ വിശദമായ ഒരു അന്വേഷണം സംബന്ധിച്ച് നടക്കുന്നു. ഈ കുട്ടിയുടെ പിതാവിനെ വിദേശത്ത് നിന്ന് കൊണ്ടുവരാനുള്ള, അറസ്റ്റ് ചെയ്ത് നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. അഭിലാഷ്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.